മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും പ്രതാപനൊക്കെ ചേർന്ന് മറച്ചു വച്ചിരുന്ന ആ ഒരു സത്യം കണ്ണന് അറിയാൻ പോവാണ്. വേറൊന്നുമല്ല, വാമദേവനാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള സത്യം പ്രതാപനെ ചികിത്സിച്ച ഡോക്ടർ തന്നെ കണ്ണനോട് പറയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ മോഹിനി ആസ്പത്രിയിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുന്ന സമയത്താണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് മോഹിനിനെ കണ്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ നല്ലൊരു കാര്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പം കണി കാണുന്നത് അവളെ ആണല്ലോടാ, അവളെന്താ അമ്മ അങ്ങനെ നോക്കണേന്ന് വയ്ക്കുമ്പം അത് ശരിയാലോടാ, അവളുടെ നോട്ടം അത്ര പന്തിയല്ലല്ലോ, ഇവളിതുപോലെ ഒന്നും ഒരിക്കലും നോക്കിയിട്ടില്ലല്ലോ, ഇനി ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പ്രതാപൻ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയിടി മോഹിനി, നീ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പം എനിക്കെന്താ പറ്റിയെന്നൊക്കെ നിങ്ങളുടെ മോളകത്തുണ്ട്, അവളോട് ചോദിക്കുക. എന്തായാലും ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുക, എൻ്റെ മോളവിടെ ആസ്പത്രിയിൽ കിടക്കുക, അത് ചെയ്തത് കരുണ, അവളത് ചെയ്തതിന് അനുഭവിക്കാൻ പോകണുള്ളൂ, നിങ്ങൾക്കും നിങ്ങളുടെ മോൾക്കും എന്തൊക്കെയാണ് വരാനിരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞു ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഒന്നും മനസ്സിലാവാതെ അകത്തേക്ക് ചെറുത്തെല്ലുന്നുണ്ട്. ആ സമയത്ത് കരുണയാണെങ്കിൽ ഇവരെ കണ്ട് വെളിയിലേക്ക് വരുമ്പം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, മോളുടെ മുഖത്ത് എന്താ ഒരു പാട്, അവൾ നിന്നെ തല്ലിയോ, നിന്നെ ജോലി ചെയ്യിപ്പിച്ചിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവൾ അടിക്കുമോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പം അവളല്ല എന്നെ തല്ലിയത്, ഇപ്പം പോയില്ലേ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരുത്തി, അവളാ തല്ലിയേ. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ തല്ലിയത്, അവൾക്ക് തല്ലേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം അതേ അച്ഛാ, ഇന്നൊരു സംഭവം ഉണ്ടായി, ഞാൻ ആ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടു എന്ന്. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്ത് പണിയാണ് ചെയ്തത്, എന്തായാലും ഇതൊന്നും ഞങ്ങളോട് ചോദിക്കാതെ ചെയ്ത്, എന്താ ഇത് വലിയ അബദ്ധമായി പോയല്ലോ എന്ന് പറയുമ്പം ഞാൻ ഇവിടുന്ന് പോയില്ലേ അമ്മയുടെ പിറന്നാളാഘോഷം കഴിഞ്ഞ്, അപ്പം തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് പോയെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേടാ പ്രതാപ, മോൾ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് പോയേക്കണേ, എന്നാലും മോൾക്ക് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് ഇത് ചെയ്താൽ പോരായിരുന്നു എന്ന് പ്രതാപൻ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചാലും നിങ്ങൾ സമ്മതിക്കില്ലല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ എല്ലാം സഹിച്ച് നിൽക്കാനല്ലേ പറയുള്ളൂ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും മോളെ എന്തിനാ മോളെ അങ്ങനെ ചെയ്തത്, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ, ആദ്യം വരാൻ പോകുന്നത് പോലീസാണോ അതോ മാർക്കോയാണോ എന്ന് അറിയാൻ പാടില്ല എന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം, മാർക്കോയ വന്നെങ്കിൽ നിന്നെ ശരിക്കും ഇടിച്ച് പിഴിഞ്ഞിട്ട് അവന് ഇവിടുന്ന് പോവുള്ളൂ, പിന്നെ ചൂടുവെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വയ്ക്കാമെന്ന് പറയുമ്പം പ്രതാപൻ കരുണയോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ മോളെയും തല്ലിന്ന് വരും, എന്തായാലും മോൾ ഇതുപോലെ ഒരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഇത് വലിയ പ്രശ്നമാവും മോളെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, എത്രയാണെന്ന് വെച്ചിട്ട് ആ സഹിച്ച് ക്ഷമിച്ച് അവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കണേ, ഇന്ന് രാവിലെയും അവൾ എന്നോട് ജോലി എടുക്കാൻ പറഞ്ഞുകൊണ്ട് വന്നു, അപ്പോഴാണ് ഞാൻ അവളെ ചവിട്ടി താഴേക്ക് ഇട്ടേന്ന്. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ചുറ്റും അവരെ സംരക്ഷിക്കാനായിട്ട് ആ മാർക്കോയും അനന്തും അതുപോലെ ഒരുപാട് പേരുണ്ട്, നമുക്ക് ആരുമില്ല, ഇനിയിപ്പോൾ എന്തായാലും കേസൊക്കെ ആവും, ഞാനും മോളും ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, കമലേശ്വരത്ത് പണിയെടുത്തുകൊണ്ട് കിടക്കണേക്കാളും നല്ലത് ജയിലിലേക്ക് പോകണത് തന്നെയാണ്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അച്ഛനും മോളും ജയിലിലേക്ക് പോയാൽ ഞാൻ വയസ്സാം കാലത്ത് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടുകൂടി ഐസുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയെ കണ്ടതും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ, അമ്മയോട് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി എന്നല്ലേ പറഞ്ഞ്, എന്നാലും എനിക്കൊരു സമാധാനമില്ല മോനെ, അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഒന്നും അറിയില്ല അമ്മ, തോമസ് ഡോക്ടർ ഇവിടെ ഉണ്ട്, 2 ഡോക്ടർമാരും കൂടി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, അത് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണേയായിരിക്കും, എന്നാലും കാരണം ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അവളുടെ അച്ഛൻ എൻ്റെ അച്ഛനെ കൊന്നിട്ടും ഞാനത് ക്ഷമിച്ചതാ, എന്തായാലും ഇനി ഞാനിത് പൊറുക്കാനൊന്നും പോണില്ല എന്ന്. ആ സമയത്ത് ഈ മോഹിനി പറയുന്നുണ്ട്, മോനെ അന്നത്തെ ആ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ വാമദേവൻ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല മോനെ, ആ പ്രതാപേട്ടൻ സുഖമില്ലാതായ സമയത്ത് ഈ വാമദേവൻ വീട്ടിൽ വരുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം, അയാളെ കാണുന്നത് പോലും പ്രതാപേട്ടന് ഇഷ്ടമല്ലായിരുന്നു, അയാൾ വരുമ്പോഴൊക്കെ പ്രതാപേട്ടൻ കൊലയാളിയാന്ന് വിളിച്ചു പറയാറുണ്ടായിരുന്നു. പിന്നീട് പ്രതാപേട്ടൻ എന്തോ പറയാൻ വന്നതും പ്രതാപേട്ടൻ്റെ അമ്മ പ്രതാപേട്ടൻ്റെ വാ പൊത്തിപ്പിടിച്ചു ഒന്നും സംസാരിക്കാതിരിക്കാൻ. അതുപോലെ തന്നെ ഈ വാമദേവന് പ്രതാപേട്ടനെ കാണുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നീട് പ്രതാപേട്ടൻ സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതാപേട്ടൻ്റെ കൈയും കാലും കൂച്ചിക്കെട്ടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയതും ഈ വാമദേവൻ തന്നെയാണ്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഈ പ്രതാപനും വാമദേവനും തമ്മിൽ എത്ര കാലത്തെ ബന്ധമുണ്ടെന്ന് അമ്മയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം ഇവർ നേരത്തെ തന്നെ പരിചയക്കാരാ, അങ്ങനെയാണല്ലോ നിങ്ങളുടെ 2 പേരുടെയും വിവാഹാലോചന മക്കൾക്ക് വന്നത്, എന്തായാലും അത് എത്ര കാലം മുമ്പുള്ളതാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മോനെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ സംശയം മാത്രമാണെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അമ്മ പ്രതാപനോടും പ്രതാപൻ്റെ അമ്മയോടും ഇതിനെക്കുറിച്ച് ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ പ്രതാപൻ്റെ അമ്മയോട് ചോദിച്ചു, പക്ഷേ അവർ വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല,
പ്രതാപേട്ടൻ സത്യങ്ങൾ പറഞ്ഞപ്പം ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് ആ വാമദേവൻ തന്നെയാണ്. ഇനി വാമദേവനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല മോനെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇപ്പോൾ വന്നേല്ലേ ഉള്ളൂ, കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ മോനെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ പോവുള്ളൂ എന്ന് പറഞ്ഞതും കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, മഞ്ജു ഇപ്പോൾ വീട്ടിലേക്ക് പോയേക്കാം, അവളാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടാൽ പോയേക്കണേ, അവിടെ ചെന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം, അമ്മ കുറച്ച് സമയം ഇവിടെ നിൽക്കുന്നും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദുർഗേനെ ഉണ്ണീനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എടാ അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും കുഴപ്പം പറ്റി കാണുമോ, കുഴപ്പം പറ്റിയാൽ അത് വലിയ പ്രശ്നമാവില്ലടാ എന്ന് പറയുമ്പം, കുഴപ്പം പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് പറ്റട്ടെ, ഇനിയിപ്പോൾ കരുണമോളെ അവരും കൂടി കയറ്റുമെന്ന് ചോദിക്കുമ്പം, കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കരുണേനെ അതിന് മാത്രം ബുദ്ധിമുട്ടിച്ചത് കൊണ്ടല്ലേ കരുണ അങ്ങനെ ചെയ്തത്, എത്ര ദിവസമായി ഇവിടുത്തെ എല്ലാ ജോലിയും അവളെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണു, പിന്നെ അവൾക്ക് ക്ഷമ കെടാതെ ഇരിക്കുമോ, എന്തായാലും മഹാലക്ഷ്മിക്കൊന്നും പറ്റിയില്ലെങ്കിലും അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മളുടെ കാര്യവും കുറച്ച് കഷ്ടത്തിലാവൂടാ, കരുണമോൾ എന്തായാലും കണ്ണനും മഹാലക്ഷ്മി ഇങ്ങോട്ട് കയറ്റൂല, പിന്നെ കേസോ പ്രശ്നങ്ങളൊക്കെ ആവുമെന്നും എനിക്ക് പേടിയുണ്ടെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടാവില്ല, എന്തായാലും അവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് തന്നെ വേറെ കേസിനും പ്രശ്നത്തിനൊന്നും പോവില്ലായിരിക്കും, പിന്നെ അവളുടെ അമ്മയ്ക്ക് അവളും മകള് തന്നെയല്ലേ, അതുകൊണ്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും അവളെ കേസ് കൊടുക്കരുതെന്ന് പറയുമായിരിക്കും, പിന്നെ മഹാലക്ഷ്മിക്കും കണ്ണനും കരുണയോട് എന്തെങ്കിലും സഹതാപം തോന്നിയാൽ കരുണ ഇവിടെ താമസിക്കാനും സമ്മതിക്കുമെന്ന്. ആ സമയത്താണ് കാറ് വരുന്ന ഒച്ചയേക്കണേ. അങ്ങനെ ഇത് ആരാന്നറിയാൻ വേണ്ടിയിട്ട് ദുർഗയും ഉണ്ണിയും കൂടി ഓടി വരുന്ന സമയത്ത് നമ്മളുടെ മഞ്ജു ആണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മഞ്ജു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ മഞ്ജു വന്നതും ദുർഗ ഓടി വന്നിട്ട്, എങ്ങനെയുണ്ട്, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഏടത്തേക്കും കുഞ്ഞിനും കുഴപ്പം പറ്റിയെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിവിടെ നിൽക്കണേ, എന്തായാലും നിങ്ങളിപ്പോൾ അങ്ങനെ സന്തോഷിക്കേണ്ട, അവളിവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം, കരുണമോളുടെ കാര്യമാണോ ചോദിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഒരു കരുണമോള് അവൾ ഇത്രയും വലിയ ദുഷ്ടിയാണോ, അവളെ വല്ലയിടത്തും ഉപേക്ഷിച്ച് കളയേട്ടാന്ന് പറയുമ്പം, ഉപേക്ഷിക്കേണ്ടത് അവളെ അല്ല, നീ കല്യാണം കഴിച്ച സാഗറിനെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് ഒരുത്തി വന്നിട്ടില്ലേ മഹാലക്ഷ്മി, ഇവരെ രണ്ടുപേരെയും ഒഴിവാക്കേണ്ടത്, അവർ രണ്ടുപേരും അർഹത ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ, കരുണമോളെ കുറേ ദിവസമായില്ലേ മഹാലക്ഷ്മി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അതത്ര വലിയ കഷ്ടപ്പാടൊന്നുമല്ല, ഇനി അവൾ കഷ്ടപ്പെടാൻ പോകണുള്ളൂ, അതുമാത്രമല്ല ഇനി അവളെ ഈ വീട്ടിലോട്ട് കയറ്റു പോലുമില്ല, അഥവാ ഇനി അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇത്രയും നാൾ പണി എടുപ്പിച്ച പണിയൊന്നുമല്ല ഞാൻ എടുപ്പിക്കാൻ പോണേ, അവളെ ഞാൻ ശരിക്കും പിഴിഞ്ഞെടുക്കുമെന്ന്. സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അവളുടെ ചേച്ചി അവളോട് അത്രയും മോശമായി പെരുമാറിയതുകൊണ്ട് അവളങ്ങനെ പ്രതികരിച്ചത്, ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും അങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം അവൾ അത്രയ്ക്ക് ദുഷ്ടിയായതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്, എന്തായാലും ഏടത്തേക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഏട്ടനും ഏടത്തെയും പിടിച്ച് പുറത്താക്കുമെന്ന് പറയുമ്പം, അത് പറയാൻ നീ ആരാടിയെന്ന് ചോദിക്കുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഞാൻ പറയണമെന്നില്ല, പക്ഷേ അതിന് അവകാശപ്പെട്ടവർ പറയുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ട വരും എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. പോണ സമയത്ത് ദുർഗ വീണ്ടും ചോദിക്കുന്നുണ്ട്, എടി മഞ്ജു, എന്നാലും അവൾക്കും കുഞ്ഞിനും എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം, അവൾക്കും കുഞ്ഞിനും നിങ്ങൾ സന്തോഷിക്കാൻ പാകത്തിനുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അതോർത്ത് നിങ്ങളോട്ട് സന്തോഷിക്കുകയോ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു അങ്ങോട്ട് പോകുന്നുണ്ട്. മഞ്ജു പോയി കഴിഞ്ഞതും ദുർഗ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും കുഞ്ഞ് മരിക്കാനാടാ സാധ്യത എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ ആ കുഞ്ഞും അമ്മയും മരിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മ, പിന്നെ ചിലപ്പോൾ അയാൾ ഇവിടുന്ന് നമ്മളെയൊക്കെ ഇറക്കി വിടാൻ നോക്കും, ഞാൻ പോവാൻ റെഡിയാണ്, പക്ഷേ അമ്മ ഒരിക്കലും ഇവിടുന്ന് ഇറങ്ങി പോകരുതെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതെങ്ങനെയാടാ, ഈ വീടിൻ്റെ അവകാശികൾ അവരല്ലേ എന്ന് ചോദിക്കുമ്പം, എന്താ അവകാശമാണെന്ന് പറഞ്ഞാലും അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടല്ലേ ഇത്, അതുകൊണ്ട് ഇവിടുന്ന് ഒരിക്കലും പോകരുതെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ICU കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് മഹാലക്ഷ്മിയെ, പിന്നീട് ആ കസേരയിൽ പോയിരുന്ന് നല്ലോണം ഇരുന്ന് കരയുണ്ട്. ആ സമയത്ത് അനന്തും ലേഹയും അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തും ലേഹയും വന്നതും ഓടി മോഹിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും ആ കരുണ ഇതുപോലെ ഒരു ക്രൂരത ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാലും മഹാലക്ഷ്മിയോട് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട്, അവർ രണ്ടുപേരും എൻ്റെ വയറ്റിലാണ് ജനിച്ചത്, പക്ഷെ എന്ത് പറയാനാ, രണ്ടുപേർക്കും രണ്ട് സ്വഭാവമായിപ്പോയി. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ജനിച്ചതിലല്ല അമ്മയെ കാര്യം, വളർത്തണവരുടെ സ്വഭാവം മക്കൾക്ക് കിട്ടുള്ളൂ എന്ന്. പിന്നീട് കണ്ണൻ എന്തെന്ന് ചോദിക്കുമ്പം, കണ്ണനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് കേട്ടതും കണ്ണൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് പോയി, എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല. ആ സമയം അനന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതെന്നാ പ്രതാപേട്ടന് സമനില തെറ്റിയ സമയത്ത് പ്രതാപേട്ടൻ വാമദേവനോട് ഒരുപാട് ദേഷ്യപ്പെടും, വാമദേവൻ കൊലയാളിയാന്ന് പറയുകയൊക്കെ ചെയ്തു, അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇനി പ്രതാപേട്ടന് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണോന്ന് ഒരു സംശയം ഞാൻ കണ്ണനോട് പറഞ്ഞു. അപ്പോൾ തന്നെ കണ്ണൻ ഇവിടുന്ന് പോയി എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല അനന്തുവേട്ട, അയാൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും ഈ പ്രതാപനെ ചികിത്സിച്ച ഡോക്ടറെയാണ്. കണ്ണൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഈ പ്രതാപൻ എന്ന് പറയുന്ന ആൾ ഡോക്ടറല്ലേ ചികിത്സിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അതേ ഞാൻ ഓർക്കുന്നുണ്ട്, അയാൾ ഇവിടെ കൊണ്ടുവന്നത് വാമദേവൻ എന്ന് പറയുന്ന ഒരാളാണ്. കൂടുന്ന സമയത്ത് പ്രതാപൻ വാമദേവനെ ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ടായിരുന്നു.
പിന്നീട് അയാൾ എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അയാൾക്ക് സമനില തെറ്റി നേരായതുകൊണ്ട് ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. എന്നാലും ചികിത്സയുടെ ഭാഗമായിട്ട് അയാളെ ഞങ്ങൾക്ക് മയക്കി ചികിത്സിക്കേണ്ടി വന്നു. ആ സമയത്ത് അയാളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പം അയാൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു. ആ സമയം കണ്ണൻ ചോദിക്കുന്നുണ്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഈ ഡോക്ടർ ഈ പ്രതാപനെ ഹിപ്നോട്ടിസം ചെയ്ത ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. മോഹിനിയെ വിവാഹം കഴിച്ച കാര്യങ്ങളും അതുപോലെ മഹാലക്ഷ്മിയെ ഈ പ്രതാപന് ഇഷ്ടമല്ല എന്നുള്ള കാര്യവും കരുണയെ ഭയങ്കര ജീവനായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ മഹാലക്ഷ്മിയെ വീട്ടിലെ വേലക്കാരിയായിട്ട് മാത്രമേ ഈ പ്രതാപൻ കണ്ടിട്ടുള്ളൂ എന്നും അതെല്ലാം കൃത്യമായി തന്നെ ഡോക്ടറോട് പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വാമദേവനെ കൊലയാളിയെന്ന് വിളിച്ചില്ലേ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം അത് ഞാൻ വിളിച്ചത് സത്യ ഡോക്ടറെ, അവനൊരു കൊലയാളിയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ണനോട് ഡോക്ടർ പറഞ്ഞതും കണ്ണനാണെങ്കിൽ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയുമ്പം അതിൽ നിന്നും കണ്ണന് മനസ്സിലാവും ഈ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത് വാമദേവനാണ്. വരുന്ന എപ്പിസോഡിൽ വാമദേവന് കണ്ണനും മാർക്കോയും ചേർന്ന് നല്ല മുട്ടം പണി തന്നെ കൊടുക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.